അപ്പോൾ കടികൾ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി നല്ല മാംഗോ പുഡിംഗ് ആട്ടോ. അപ്പോൾ അതിനൊരു പാൻ വയ്ക്കുക, ഒരു 1.5-2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര ലൈൻ ഉണ്ടാക്കുക. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ച് നന്നായി ഇളക്കുക, അല്ലെങ്കിൽ പല്ലുട്ടിയായി മാറും. അങ്ങനെ കുറച്ച് പൈതയെ വറ്റി വന്നു കഴിഞ്ഞ് ഈ തിക്നെസ്സിൽ എടുത്ത് ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു പാനിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വയ്ക്കുക. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിക്കുക, 2 കോഴിമുട്ട. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര പാലിലിടുക, എന്നിട്ട് തിളപ്പിക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി നല്ല സെറ്റാക്കി കൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ തിളച്ച് പുറത്ത് പോകും. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ 2 മുട്ട അതിലേക്ക് മിക്സ് ചെയ്യാം. ആ 2 കോഴിമുട്ട മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അതും മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആയതിനു ശേഷം മുട്ടയുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് അങ്ങോട്ട് ചേർക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് മാംഗോ ഒരു മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്തിട്ട് അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായി തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്യാം. ശേഷം എല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ ആ പാനിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുക. അങ്ങനെ എല്ലാം കൂടെ സെറ്റായതിന് ശേഷം ഗ്യാസുമ്മേ ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇറക്കി വെച്ച് നന്നായി വേവിക്കുക. ഒരു 30-40 മിനിറ്റ് അങ്ങനെ വെന്തതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ശേഷം ഇങ്ങനെ ഇരിക്കും. അടിപൊളിയാണ് മകളെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക, എന്നിട്ട് അടിപൊളിയായിട്ട് കഴിക്കുക. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ മാംഗോ പുഡിംഗ്. നമ്മുടെ മോള് നല്ല വൃത്തിയായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കി, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ കടികളെ, നമസ്കാരമുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്പെഷ്യലായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബൈ.